कृष्णा अर्पणमस्तु। प्रभात की जय, गुरु महाराज की जय, राधा पवन पुरेशन की जय. ओम श्री मात्रे नमः. ഹര ഹര മഹാദേവ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ദേവി മഹാത്മ്യത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. निशुंभ शुंभ मर्दिनी प्रचंड मुंड खंडिनी वने रणे प्रकाशिनी भजामि विंध्यवासिनी त्रिशूल मुंड धारिणी धराविघहारिणी गृहे गृहे निवासिनी भजामि विंध्यवासिनी दरिद्रथ दुःखहारिणी सदा विभूतिकारिणी वियोग शोकहारिणी भजामि विंध्यवासिनी लसत्सुलोचनी जने सदा वरप्रदां कपालशूलधारिणी भजामि विंध्यवासिनी कराशदानधारां शिवां शिवप्रदायिनीं वरानना शुभां भजामि विंध्यवासिनी कपीन्द्रजामिनी प्रदां त्रिधा स्वरूपधारिणीं जले स्थले निवासिनी भजामि विंध्यवासिनी विशिष्टशिष्टकारिणी विशालरूपधारिणी महोदरे विलासिनी भजामि विंध्यवासिनी पुरन्दरादिसेवितां सुरारिवंशखण्डितां विशुद्धबुद्धिकारिणी भजामि विंध्यवासिनी निशुम्भ शुम्भमर्दिनी प्रचण्ड मुण्डखण्डिनी वने रणे प्रकाशिनी भजामि विंध्यवासिनी त्रिशूलमुण्डधारिणी धराविघहारिणीं गृहे गृहे निवासिनी भजामि विंध्यवासिनी दरिद्रथ दुःखहारिणी सदा विभूतिकारिणी वियोग शोकहारिणीं भजामि विंध्यवासिनी लसत्सुलोचनी जने सदा वरप्रदां कपालशूलधारिणी भजामि विंध्यवासिनी कराब्जदानधारां शिवां शिवप्रदायिनीं वरानना शुभां भजामि विंध्यवासिनी कपीन्द्रजामिनी प्रदां त्रिधा स्वरूपधारिणीं जले स्थले निवासिनी भजामि विंध्यवासिनी विशिष्टशिष्टकारिणी विशालरूपधारिणी महोदरे विलासिनी भजामि विंध्यवासिनी पुरन्दरादिसेवितां सुरारिवंशखण्डितां विशुद्धबुद्धिकारिणी भजामि विंध्यवासिनी निशुम्भ शुम्भमर्दिनी प्रचण्ड मुण्डखण्डिनी वने रणे प्रकाशिनी भजामि विंध्यवासिनी त्रिशूलमुण्डधारिणी धराविघहारिणीं गृहे गृहे निवासिनी भजामि विंध्यवासिनी दरिद्रथ दुःखहारिणी सदा विभूतिकारिणी वियोग शोकहारिणीं भजामि विंध्यवासिनी लसत्सुलोचनी जने सदा वरप्रदां कपालशूलधारिणी भजामि विंध्यवासिनी कराशदानधारां शिवां शिव
शुम्भमर्दिनी प्रचण्ड मुण्डखण्डिनी वने रणे प्रकाशिनी भजामि विन्ध्यवासिनी त्रिशूलमुण्डधारिणी धरावेगहारिणीं गृहे गृहे निवासिनी भजामि विन्ध्यवासिनी. ഹരേ കൃഷ്ണ. എത്ര പേര് ലൈവിൽ വന്നു എന്ന് എനിക്കറിയില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നോക്കാം നമുക്ക്. കൃഷ്ണയില്ല, എല്ലാവരും വരട്ടെ. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 9342494941. ഗുരുവായൂർ മഞ്ജരീസിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാരും കുട്ടികൾക്കുമായിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് മെമ്പർ ആവാവുന്നതാണ്. അതിന് വലിയ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ഗുരുവായൂർ മഞ്ജരീസിന്റെ കോൺടാക്ട് നമ്പറായ 9342494941 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മാത്രം മതി. നിങ്ങളുടെ പേര്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് കാണുന്നത്, യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ, ഇത്ര മാത്രം മതി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമസ്തേ ചേട്ടാ, ജിതേന്ദ്രൻ ചേട്ടാ. പിന്നെ ആരോ ചോദിച്ചു എന്താ ക്ഷീണം പോലെയെന്ന്. ഒരു ക്ഷീണവും ഇല്ല. ഇങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ദേവിയുടെ പാട്ട് കേട്ടപ്പോൾ ഒരു രസം. പിന്നെ എല്ലാവരും ലൈവിൽ എത്തട്ടെ, മഞ്ജരീസ് ഫാമിലി എല്ലാവരും എത്തട്ടെ എന്ന് ഓർത്തു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഞാൻ മുൻപേ വിഷ് ചെയ്തു. എങ്കിലും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ എല്ലാവർക്കും. ഈ വർഷം 2026 നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും ഒപ്പം ഭൗതിക ജീവിതത്തിൻ്റെയും എല്ലാ ശ്രേയസ്സുകളും ഭഗവാനും ദേവിയും നൽകുമാറാകട്ടെ. കഴിഞ്ഞ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു എന്ന് സ്വയം നമ്മൾ വിലയിരുത്തുക. അതായത് വലിയ നെഗറ്റീവ്സ് ഒന്നും എന്തായാലും കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് ഉണ്ടാവില്ല. പക്ഷെ കുഞ്ഞു തെറ്റുകൾ സംഭവിക്കും. അതിൽ ഏറ്റവും ഹയർ പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഭക്തി തന്നെയായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും ഭഗവാന്റെ സമക്ഷത്തേക്ക് എത്തുന്നത്, അല്ലെ? കാരണം ഭൗതികതയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ആവശ്യങ്ങൾ ഏറെയാണ്. ഓരോരോ പ്രശ്നങ്ങൾ നമ്മളെ ദിനം പ്രതി അലട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നമ്മളാൽ എന്ത് ചെയ്താലും ഒന്നും ശരിയാവാൻ പോണില്ല. അതിൽ സമ്പൂർണമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് കാര്യങ്ങളും ഒരു പൂർത്തിയായി ലഭിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? സർവം കൃഷ്ണാർപ്പണമസ്തു, സമസ്തവും നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുക. അവിടുന്ന് ആ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരും. ആ ഉറച്ച വിശ്വാസത്തോടു കൂടി, കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ കൃത്യനിഷ്ഠയാണ് ജീവിതത്തിൽ ആദ്യം നമ്മൾ പരിപാലിക്കേണ്ടത്. 5 മണിക്ക് എഴുന്നേറ്റ് രാവിലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും, അതുപോലെ മറ്റുള്ളവർക്ക് എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഒരു 30 വയസ്സിന് ശേഷം പൊതുവെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണങ്ങളിലെല്ലാം ഒരു ക്രമീകരണം വരുത്തുക. അതിനനുസരിച്ച് വെള്ളം അത് പ്രധാനമാണ്, വ്യായാമം പ്രധാനമാണ്. എല്ലാത്തിലും ഉപരി ചിന്തകളെ നമ്മൾ കുറച്ച് ഒന്ന് താഴ്ത്തുക. ഒരുപാട് ചിന്തിച്ച് നമ്മൾ പോണ്ട. കാരണം ചെറിയൊരു ജീവിതമാണ്. ആ ചെറിയ ജീവിതത്തിൽ നമ്മൾ ഈ അടുത്തത് എന്ന് പറഞ്ഞ് ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഞാൻ എപ്പോഴും മഞ്ജരീസിൽ മെസ്സേജ് ഇടുന്നവരോട് പറയാറുണ്ട്, നടക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നോളും, കുറച്ച് താമസിച്ചാലും അത് നടന്നോളും. ഭഗവാന്റെ കാര്യം നോക്കൂ, അദ്ദേഹം എല്ലാം പുഞ്ചിരിയോടു കൂടിയാണ് നേരിടുന്നത്, അല്ലെ? നമ്മൾക്ക് എപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾ എന്നും മനസ്സിൽ ഉറപ്പിക്കേണ്ടത്, നമ്മുടെ ദുഃഖം കാണാനാണ് ആളുകൾ ഇരിക്കുന്നത്, നമ്മുടെ സന്തോഷം കാണാൻ ആരുമില്ല. ശരിയല്ലേ പറഞ്ഞത്? സന്തോഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും. നമ്മുടെ ദുഃഖത്തിലാണെങ്കിലോ അയ്യോ കഷ്ടമായി പോയി എന്ന് പറയുകയും ചെയ്യും. അത് കിട്ടേണ്ടതായിരുന്നു, കഷ്ടം അങ്ങനെ തന്നെ വേണം എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മളായിട്ട് എന്ത് ചെയ്യരുത്? അതിനൊരു അവസരം കൊടുക്കരുത്. പുഞ്ചിരിക്കുക, ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുക. കാരണം എന്താ? ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ സമക്ഷം നമ്മൾ എന്ത് ചെയ്യുക? ഇറക്കി വെക്കുക. ആ ഭാരം അവിടെ ഇറക്കി വെക്കുക. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് ജന്മാന്തരങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പ്രശ്നങ്ങളുടെ പരിണിത ഫലമാണ് നമ്മുടെ ഈ ഒരു ജീവിതം. അപ്പൊ ആ ജീവിതത്തിൽ നമ്മൾക്ക് ഇനി കഷ്ടപ്പാടുകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തീർത്തും നമ്മൾ കർമ്മയിൽ നിന്ന് പുറത്തു വരണം. അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിങ്കൽ നമ്മൾ ആശ്രയമായിട്ട് മാറുക. ഭഗവാന്റെ തൃപ്പാദത്തിങ്കിലേക്ക് നമ്മൾ
ഉറപ്പായിട്ടും നമുക്ക് എന്തായി, ഭഗവാന്റെ സമക്ഷം നമുക്കൊരു സാന്ത്വനം, ഒരു ആശ്രയം, ഒരു സമാധാനം എല്ലാം ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും വ്യാവലാതിപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? രാജേഷ് പ്രഭു, അങ്ങേക്ക് എന്തോ അസുഖമായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ആരോഗ്യം ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പ് കോൾ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക്. ഇതുകൊണ്ടാണ് ഞാൻ ആരോടും വാട്സപ്പ് കോൾ വിളിക്കരുതെന്ന് പറയുന്നത്. എനിക്ക് ലൈവ് കട്ടാവും ആ കോള്. ഒന്ന് ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവാം. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് കൃത്യതയോടുകൂടി നടന്നോളും. അതിനെക്കുറിച്ച് ആവലാതി വേണ്ട. ഭഗവാന്റെ തൃപ്പാദത്തെങ്കിൽ സമർപ്പിക്കുക. ഒന്നിനെക്കുറിച്ചും ടെൻഷൻ വേണ്ട. ടെൻഷൻ അടിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, ഒന്നും മാറ്റാൻ സാധിക്കില്ല. നമ്മുടെ ആരോഗ്യം നശിച്ചു പോകും. ആരോഗ്യം നശിച്ചാൽ ആരും ഉണ്ടാവില്ല, നമുക്ക് ഒരു മനുഷ്യനുണ്ടാവില്ല. മക്കൾക്ക് പോലും നമ്മൾ ഭാരമായി തീരും. ഇത് വെറുതെ ഒരു കോട്ട്സ് അല്ല. ശരിക്കും നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വൃദ്ധരായി കഴിഞ്ഞാൽ, ആരോഗ്യം നശിച്ചാൽ, സാമ്പത്തികമില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ഒരു വീട്ടിന്റെ മുമ്പിൽ കെട്ടിയിട്ട പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് തിരിച്ചറിയുക, ആരോഗ്യം നിലനിർത്തുക, ജീവിതത്തിൽ സമാധാനം നിലനിർത്തുക, എല്ലാ പ്രശ്നങ്ങളും വാരി വലിച്ച് തലയിൽ വെക്കാതിരിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. അപ്പൊ എല്ലാവരും ചോദിക്കും മാതാജി ഉറങ്ങാറുണ്ടോന്ന്. തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉച്ചയായാലും വൈകുന്നേരം ആയാലും ഞാൻ കിടന്നുറങ്ങും. സന്ധ്യയ്ക്കൊന്നും ഉറങ്ങില്ല കേട്ടോ, അല്ലാത്ത സമയത്ത് ഞാൻ റെസ്റ്റ് എടുക്കും. കാരണം മണിക്കൂറുകൾ ഇത്രത്തോളം ഉറങ്ങണം എന്നൊന്നും നിർബന്ധമില്ല. കാരണം എന്താ, നമ്മുടെ തലച്ചോറാണ് ഉറങ്ങേണ്ടത്, അല്ലേ? തലച്ചോറ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് കിട്ടും. പിന്നെ എല്ലാ ദിവസവും ഞാൻ വ്യായാമം ചെയ്യാറുണ്ട്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എല്ലാ ദിവസവും ജപിക്കാറുണ്ട്, വായിക്കാറുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാറാണ് ചിലപ്പോൾ മിസ്സായി പോകുന്നത്. അതർവൈസ് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഭഗവാൻ പോലും എല്ലാ പ്രശ്നങ്ങളെയും ഒരു പുഞ്ചിരിയോടെയാണ് നേരിട്ടത്. അപ്പൊ ഭഗവാന്റെ ഭക്തരാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പുഞ്ചിരി കൊണ്ട് നേരിടുക. നമ്മുടെ ചുണ്ടിലെ പുഞ്ചിരി മായുന്നത് കാണാൻ കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ നിറച്ചിൻ പുഞ്ചിരിയോടുകൂടി പോയി നിൽക്കുക. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ 2026 ജീവിതത്തിൽ ആദ്യം കൊണ്ടുവരേണ്ടത് ഒരു കൃത്യനിഷ്ഠയാണ്. കൃത്യനിഷ്ഠ കൊണ്ടുവരിക. നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ മനസ്സും എല്ലാം തൃപ്തിയായി കഴിയുമ്പോൾ വെജിറ്റേറിയൻ ആവുക, അത്രയും ഞാൻ പറയൂ. മനസ്സൊക്കെ ശാന്തമായി കഴിയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാനിരുന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേസമയം വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം കൂടി വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ശരിയാവില്ല. അപ്പൊ എന്ത് ചെയ്യുക? ആരോഗ്യം എപ്പോഴും അടിസ്ഥാനമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾക്ക് ഒരു വയ്യായിക ഉണ്ടെങ്കിൽ അതിങ്ങനെ എപ്പോഴും പറയാതിരിക്കുക. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എപ്പോഴും വീട്ടിൽ ആര് വന്നാലും അവരോട് പറയുന്നത്, അല്ല എനിക്ക് ഇങ്ങനെ വയ്യായിക, എനിക്ക് അങ്ങനെ, എനിക്ക് അത്, ഇതൊന്നും പറഞ്ഞതുകൊണ്ട് ആരും ഒന്നും ചെയ്തുതരാൻ പോണില്ല. മനസ്സിലായില്ലേ? ആരും ഒന്നും ചെയ്തുതരാൻ പോണില്ല. ഇതിലൂടെ കേട്ട് അവർ ഇതിലൂടെ വിടും. പിന്നെ പറഞ്ഞ് നമ്മളെ ഒരു രോഗിയാക്കി മാറ്റും. അതിലുപരി ഞാൻ മെന്റലി ഫിസിക്കലി ഫിറ്റ് ആണ്, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളിൽ ആരും നിൽക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം ആൾക്കാർ നിൽക്കുക, നമ്മുടെ സന്തോഷത്തിലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്. ആ ഹാപ്പി ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർ നിന്നോട്ടെ. നമ്മളുടെ ദുഃഖത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് ദുഃഖവും ഇല്ല. കാരണം അത് മാത്രമാണ്. പണ്ട് ദലീമ ചേച്ചിയാണെന്ന് തോന്നുന്നു ഒരു പാട്ട് പാടിയിട്ടുണ്ട്, നമ്മുടെ ദുഃഖത്തിൽ നമ്മുടെ നിന്നിഴൽ മാത്രം വരും എന്നൊരു പാട്ട്. എനിക്ക് ഒത്തിരി നാളുകൾക്ക് മുമ്പേ കേട്ടതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദുഃഖത്തില് നമുക്ക് ഈശ്വരൻ മാത്രമേ തുണയുണ്ടാവും. അപ്പൊ അങ്ങനെ ഈശ്വരൻ മാത്രം തുണയുള്ള ഒരു ദുഃഖം നമ്മൾ എല്ലാവരോടും പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം? പിന്നെ കുടുംബ പ്രശ്നങ്ങൾ, അതിപ്പോ എല്ലാവരോടും നമ്മളിങ്ങനെ വളവളവളവളന്ന് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം? ആരും ഒന്നും ചെയ്തുതരാൻ പോണില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി നമ്മൾ സമചിത്തമായിരിക്കുന്ന ഒരു മനസ്സോടുകൂടി, സമചിത്തതയോടുകൂടി, ധൈര്യത്തോടുകൂടി, ക്ഷമയോടുകൂടി, വൈകാരികമായി ചിന്തിക്കാതെ വിവേകപരമായി ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് പ്രശ്നങ്ങളെ പരിഹരിച്ചു പോകാൻ സാധിക്കും. അതല്ല നമ്മൾ ഇവരോടും പറഞ്ഞ് അവരോടും പറഞ്ഞ് ബഹളം വെച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. സ്വന്തം പല്ലി കുത്തി മണപ്പിക്കുക എന്ന് പറയുന്നതിന് തുല്യമായി പോകും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റാൻ ശ്രമിക്കുക. അത് മാറ്റിയാൽ തന്നെ നമുക്ക് സമാധാനമാണ്. പിന്നെ ചില വീടുകളിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, ഒരു സ്വൈര്യവും തരാതെ കുറച്ച് പ്രായമായ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എപ്പോഴും. അതൊന്നും മുഖവിലേക്ക് എടുക്കണ്ട. പറയുന്നവർ പറയട്ടെന്നേ. നമ്മളിപ്പോൾ അതിന്റെ പിന്നിൽ സംസാരിക്കാൻ പോയിട്ട് നമ്മുടെ എനർജി എന്തിനാ കളയുന്നത്? ശാന്തമായിട്ടിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ പറഞ്ഞതിൽ ഒരു കാര്യമെങ്കിലും ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. ശാന്തിയും സമാധാനവും ഭക്തിയിലും ഉയർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നല്ലത് മാത്രം അക്സെപ്റ്റ് ചെയ്യുക. മറ്റൊരാൾക്ക് ഭരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കുക. ആരുടെയും തീരുമാനങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടേതായ സത്യസന്ധമായ ധാർമ്മിക ബോധമുള്ള ഒരേ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. റെഡിയല്ലേ? 2026 വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമില്ലാത്ത കടങ്ങൾ വരുത്തി വെക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത ലോണുകൾ എടുക്കാതിരിക്കുക, കണ്ട സാധനങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക, അനാവശ്യമായിരിക്കുന്ന പർച്ചേസുകൾ ഒഴിവാക്കുക. ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം നിർബന്ധമാണ്. സമ്പത്ത് ലക്ഷ്മിയാണ്, അനാവശ്യമായി ചെലവഴിക്കരുത്. ക്ലിയർ? തൊട്ടപ്പുറത്ത് ആൾക്കാർ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് നമ്മൾ ചെയ്യാൻ പോകരുത്. നമുക്ക് എന്ത് പറ്റുമോ അത് മാത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനും പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നു, എടുത്താ പൊങ്ങുന്ന ബാധ്യതകളെ തലയിൽ വെക്കാൻ പാടൂ. ഒരു കല്യാണം വന്നെന്ന് ഓർത്തിട്ട് 5000 രൂപയുടെ സാരി ചുറ്റിയില്ല എന്ന് ഓർത്തിട്ട് കല്യാണം നടക്കാതിരിക്കില്ല. നമ്മൾ പോയില്ല എന്ന് ഓർത്തിട്ട് കല്യാണം നടക്കാതിരിക്കില്ല. എല്ലാം അതിൻ്റെ പടിയെ നടന്നോളൂ. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത ഒരു മുറിവുകളും ഇല്ല. ക്ഷമിക്കുക, ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ബാധ്യതകൾ വരുത്തി വെക്കാതിരിക്കുക. ഓക്കെ? ഹരേ കൃഷ്ണ. മഞ്ജരീസിൽ എല്ലാവരും ചിരിച്ചു കാണാനാണ് എനിക്കിഷ്ടം. അതിന് ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ജീവിതത്തിൽ ഒന്ന് പകർത്തുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ വീട് പണിയുന്നുണ്ടെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് പണിയാം. ആർഭാടമായിരിക്കുന്ന ഒരു ഭവനവും നമുക്ക് വേണ്ട. അത് പിന്നീട് ലോണായി, അതടയ്ക്കാൻ പറ്റാണ്ട് കഷ്ടങ്ങളായി, ബുദ്ധിമുട്ടുകളായി, അങ്ങനെയുള്ള അനാവശ്യ ബാധ്യതകൾ 2026 വരുത്തി വെക്കാതിരിക്കുക. ഓക്കെ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യമാണ്. ഇന്ന് നമുക്ക് 30 വെള്ളി എല്ലാവർക്കും അറിയാം. വെള്ളിയാഴ്ച വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അന്ന് എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരണം. അതും ദേവി മഹാത്മ്യം തന്നെ എടുത്തു തരണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ദിവസം എന്ത് പഠിക്കാം? ദേവി മഹാത്മ്യം. ഒറ്റ മിനിറ്റ് വിധമ, ഭഗവാൻ ഇരിക്കുന്നു, കാല് ചുരുക്കി ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ദേവി മഹാത്മ്യം പഠിക്കാം. ദേവി മഹാത്മ്യത്തിൽ ഇനി നമ്മൾ എത്രാമത്തെ അധ്യായമാണ് പഠിക്കേണ്ടത്? ടൈപ്പ് ചെയ്തിടൂ. എത്രാമത്തെ അധ്യായമാ? ഓർമ്മയില്ലേ ആർക്കും ദേവി മഹാത്മ്യത്തിൽ എത്രാമത്തെ അധ്യായമാണ് ഇനി പഠിക്കേണ്ടത് എന്ന്? 4. ചിഞ്ചു മാതാജി നമസ്തേ. 4ാമത്തെ അധ്യായം നമുക്ക് പഠിക്കാം. ചതുർദോധ്യായ, അതാണ് 4ാമത്തെ അധ്യായം. തൃതീയല്ലപ്പ, ചതുർദോധ്യായ. തൃതീയൊക്കെ കഴിഞ്ഞു, ക്ലാസ് കണ്ടില്ല അല്ലേ? ധ്യാനം. കാലാഭ്രാപം കടാക്ഷരൈരി കുലഭയതാം മൗലീ ബന്ധേതുരേഖാം ശങ്കം ചക്കം കൃപാണം ത്രിശിഖമഭികരൈ രുദ്വഹന്തീം ത്രിനേത്രാം സിംഹസ്കന്ധാതിരൂഢാം ത്രിഭുവനമഖിലം തേജസാ പൂരയന്തീം ധ്യായാത് ദുർഗാം ജയാഖ്യാം ത്രിദശ പരിവൃതേ രാവൃതാം സിദ്ധികാമേ. അപ്പോ അതിൽ നമ്മൾ ധ്യാനമാണ് ഇപ്പം കേട്ടിരിക്കുന്നത്. ആ ധ്യാനത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർമേഘത്തിന്റെ വർണ്ണമുള്ളവളും, ദേവിക്ക് കാർമേഘത്തിന്റെ വർണ്ണമാണ്. കാർമേഘം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കാർമുകിലൊളി വർണ്ണൻ. നമ്മുടെ ഭഗവാനും കാർമേഘത്തിന്റെ വർണ്ണമാണ്. നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കറുപ്പാണോന്ന് ചോദിച്ചാൽ കറുപ്പാണ്, നീലയാണോന്ന് ചോദിച്ചാൽ നീലയാണ്, മറ്റെന്തെങ്കിലും കളറാണോന്ന് ചോദിച്ചാൽ അതാണ്. എന്തായാലും വളരെ മനോഹരമായിരിക്കുന്ന ഒരു നിറമാണ് കാർമേഘ വർണ്ണം എന്ന് പറയുന്നത്. അപ്പോ കാർമേഘത്തിന്റെ വർണ്ണമുള്ളവളും നോട്ടം കൊണ്ട് രിപുകൾക്ക് ഭയത്തെ കൊടുക്കുന്നവളും. ദേവിയുടെ ഒരു നോട്ടം മതി. ആർക്ക്? അസുരന്മാരാണെങ്കിലും ശരി, ദുഷ്ടന്മാരാണെങ്കിലും ശരി, ശത്രുക്കളാണെങ്കിലും ശരി, അവർക്ക് ഭയമുണ്ടാവാൻ ദേവിയുടെ ഒരു നോട്ടം മാത്രം മതി. തലയിൽ ചന്ദ്രക്കല ചൂടിയവളും. നമ്മൾ എല്ലാ അധ്യായത്തിലും പഠിക്കുന്നു, ദേവിയുടെ തലയിൽ ചന്ദ്രക്കലയുണ്ട്. 3 കണ്ണുകളുണ്ട് ദേവിക്ക്. ശംഖ്, ചക്രം, വാള്, ത്രിശൂലം ഇവയെല്ലാം ദേവിയുടെ കയ്യിലുണ്ട്. സിംഹാരൂഢയാണ് ദേവി. സിംഹത്തിന്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത്. 3 ലോകങ്ങളും ദേവിയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദേവിയുടെ തേജസ് എന്ന് പറഞ്ഞാൽ അത് അതിഭീകരമാണ്, അതിഭയങ്കരമാണ്, മനോഹരമാണ്. നമുക്ക് പറയാൻ കഴിയില്ല, വാക്കുകൾ മതിയാവില്ല. അത്രയും തേജസ്സാർന്ന അമ്മയുടെ ആ ഒരു തേജസ് കൊണ്ട് 3 ലോകങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. സിദ്ധി പ്രതീക്ഷിച്ച ദേവാദികളെ കൊണ്ട് പരിവൃതയായിരിക്കുന്ന ജയ എന്ന പേരുള്ള ദുർഗാദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് ഇനിയൊരു പേരുണ്ട്, ജയ. അപ്പൊ ജയദുർഗ കേട്ടിട്ടില്ലേ എല്ലാവരും? അപ്പൊ ആ ജയ എന്ന പേരുള്ള അമ്മയെ നമ്മൾ ധ്യാനിക്കുന്നു. അതാണ് 4ാം അധ്യായത്തിലെ ധ്യാനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഋഷി വാച, ഋഷി പറഞ്ഞു. എന്താ പറഞ്ഞത്?
ശക്രാധയാ സുരഗണ നിഹതേതി വീര്യേ തസ്മിൻ ദുരാത്മനി സുരാരിഫലേ ച ദേവ്യാ താം തുഷ്ടുവു പ്രണതി നമ്രശിരോധരാം സാ വാഗ്വീ പ്രഹർഷപുളോകോദ്ഗമ ചാരുദേഹ. എന്ന് വെച്ചാല് അതിവീര്യവാനും ദുരാത്മാവുമായിരിക്കുന്ന മഹിഷാസുരൻ അതിവീര്യവാനാണ്, ശക്തിയുള്ളവനാണ്, എന്നാൽ അവൻ ദുരാത്മാവാണ്. അതിബലമുള്ള മഹിഷാസുരന്റെ ഈ എല്ലാ എന്താ പറയാ സൈന്യങ്ങളും ബലശാലികളാണ്. ഭയങ്കര ശക്തിയുള്ള അസുര സൈന്യ ബലം ആർക്കുണ്ട്? മഹിഷാസുരനുണ്ട്. അവരെല്ലാവരും തന്നെ ദേവിയാൽ കൊല്ലപ്പെട്ടു. ഇത്രയൊക്കെ ശക്തി ഉണ്ടെങ്കിൽ തന്നെയും അവരെല്ലാവരും ദേവിയാൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ശിരസും ചുമലുകളും നമസ്കാരപൂർവം കുനിച്ചുകൊണ്ട്, അവരുടെ ഷോൾഡറും അവരുടെ തലയൊക്കെ ഇങ്ങനെ നമസ്കരിച്ചു ദേവിയുടെ മുമ്പിൽ. നമസ്കാരപൂർവം കുനിച്ചുകൊണ്ട് സന്തോഷം കൊണ്ടുണ്ടായ ആ രോമാഞ്ചം, മഹിഷാസുരൻ ദേവേന്ദ്രനെയും ദേവന്മാരെയെല്ലാം നശിപ്പിച്ചത് കൊണ്ട്, വളരെയധികം ദുരിതപ്പെടുത്തിയത് കൊണ്ട് എന്താ സംഭവിക്കുക? ഒരുപാട് വേദനകൾ അവർ അനുഭവിച്ചു. പക്ഷെ അതിനെല്ലാം തന്നെ ഒരു സഹായമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു ഭഗവതി എന്ന് പറയുന്നത്. ആ ദേവി മഹിഷാസുരനെയും അവന്റെ സൈന്യങ്ങളെയെല്ലാം നശിപ്പിച്ചപ്പോ ദേവേന്ദ്രനും ദേവന്മാരും എല്ലാവരും അമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട്, ആ സന്തോഷം കൊണ്ട്, അവരിൽ ഉണ്ടായിരിക്കുന്ന രോമാഞ്ചം കൊണ്ട്, മനോഹരമായിരിക്കുന്ന നാമങ്ങളോടെ ദേവിയെ സ്തുതിച്ചു എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ദേവ്യാ തഥമിതം ജഗാത്മശക്തിയ നിശേഷ ദേവഗണാ ശക്തി സമൂഹമൂർത്തിയ താമാംബികാമഖില ദേവ മഹർഷി പൂജ്യ ഭക്ത്യാ നദാസ്മ വിദധാതു ശുഭാനിനാസ എന്നാ പറയുന്ന ശുഭാനിസാന. എല്ലാ ദേവഗണങ്ങളുടെയും ഏകീകൃതമായ ശക്തിയോടെ എല്ലാ ദേവഗണങ്ങളും ഒന്ന് ചേർന്ന് ഏകീകൃതമായിട്ട് ഒരുമിച്ച് ചേർന്ന ആ ശക്തിയോടുകൂടി അവതരിച്ചതാണ് ആര്? അമ്മ ദേവി എന്ന് പറയുന്നത്. ആ ദേവി ആത്മശക്തി കൊണ്ട് ഈ ലോകം മുഴുവൻ ദേവി വ്യാപിച്ചിരിക്കുകയാണ്. എന്നിട്ടോ എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും ആ അംബിക പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അംബികയെ ഞങ്ങൾ വണങ്ങുന്നു എന്നാണ് പറയുന്നത്. ആ ദേവിക്ക് ശുഭം, ആ ദേവി നമ്മൾക്ക് ശുഭം വരുത്തട്ടെ, ആ ദേവി നമുക്ക് ശുഭം വരുത്തട്ടെ എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, യസ്യാ പ്രഭാവമതുലം ഭഗവാൻ അനന്തോ ബ്രഹ്മാ ഹരശ്ചനഹി വക്തുമലം ബലം ച സാ ചണ്ഡികാഖില ജഗത് പരിപാലനായ നാശായ ചാഷുഭയഭസ്യ മതിം കരോധു. എന്ന് വെച്ചാൽ ദേവിയുടെ നിസ്തുലമായിരിക്കുന്ന പ്രഭാവത്തെയും ഫലത്തെയും വർണ്ണിക്കാൻ സർവൈശ്വര്യ സമ്പന്നനായിരിക്കുന്ന വിഷ്ണുവിനോ മഹാദേവനോ ബ്രഹ്മദേവനോ സാധിക്കില്ല എന്നാ പറയുന്നത്. ദേവിയുടെ ആ നിസ്തുലമായിരിക്കുന്ന പ്രഭാവം, അമ്മയുടെ ഫലം, ശക്തി, തേജസ് ഇതൊന്നും വർണ്ണിക്കാൻ ത്രിമൂർത്തികളാൽ കൊണ്ടും സാധിക്കില്ല. അങ്ങനെയുള്ള ആ ചണ്ഡികാദേവിക്ക് എല്ലാ ലോകങ്ങളും പരിപാലിക്കുവാനും, അശുഭം വരുമോ, നമുക്കുള്ളിൽ ഒരു പേടി ഉണ്ടാവും അല്ലെ, അയ്യോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കും, എൻ്റെ ജീവിതം നശിച്ചു പോവോ, എപ്പോഴും ആദിവ്യാധികൾ നമ്മൾക്കുള്ളിൽ അനാവശ്യമായിരിക്കുന്ന ഭയം എല്ലാം വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള അശുഭം വരുമോ എന്നുള്ള ആ ചിന്തയും അകാരണമായിരിക്കുന്ന ഭയവും എല്ലാം നശിപ്പിക്കാൻ അമ്മയ്ക്ക് നമ്മളുടെ മേലെ ഒരു കരുണ ചൊരിയാൻ ഉള്ളം തോന്നട്ടെ എന്നാണ് അടുത്ത പ്രാർത്ഥന. പിന്നെയോ, യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേക്ഷ്വലക്ഷ്മി പാപാത്മനാം കൃതതിയാം ഹൃദേഷു ബുദ്ധി ശ്രദ്ധാം സദാ കുലജനപ്രഭവസ്യ ലജ്ജാ താം ത്വാം നധാസ്മ പരിപാലയ ദേവി വിശ്വം. അതായത് ഏതൊരു ദേവിയാണോ പുണ്യാത്മാക്കളുടെ ഭവനങ്ങളിൽ ഐശ്വര്യമായിട്ട്, നമ്മളെ നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ ഭവനത്തിൽ ദേവി ഐശ്വര്യലക്ഷ്മിയായിട്ടിരിക്കുമെന്നാ പറയുന്നത്. അന്യരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ, അന്യരെ പറ്റി എന്താ പറയാ കുശുമ്പും കൂനായ്മയും പറയാതെ, നമ്മൾ കാരണം ഒരിടത്ത് വഴക്കുകളും പ്രശ്നങ്ങളും ഇല്ലാതെ, അങ്ങനെ ദുരിതപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെയും ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ജീവിക്കുന്ന വ്യക്തികളെ നമുക്ക് പുണ്യാത്മാക്കൾ എന്ന് വിളിക്കാം. അങ്ങനെയുള്ള പുണ്യാത്മാക്കളുടെ വീട്ടിൽ ദേവി ഐശ്വര്യലക്ഷ്മി എന്ന ഭാവത്തിൽ ജീവിക്കും. മനസ്സിലായില്ലേ? അല്ലാത്ത ഭവനങ്ങളിലോ സന്ധ്യയ്ക്കും രാവിലെയും ഒക്കെ ഒരുപാട് നേരം കിടന്നുറങ്ങുക, അശുദ്ധിയായി കഴിഞ്ഞാൽ ശരീരശുദ്ധി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുക, ജലം അനാവശ്യമായി പാഴാക്കുക, അസത്യം പറയുക, മോഷണം നടത്തുക,
ലൈംഗികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മദ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചീട്ടുകളി, പരസ്പരം വഴക്കുകൂടുക, അനാവശ്യ വാക്കുകൾ, തെറി വാക്കുകൾ ഉപയോഗിക്കുക, അതുപോലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, പിന്നെ വിളക്ക് വെക്കാതിരിക്കുക, നാമം ചൊല്ലാതിരിക്കുക, ഭക്ഷണം വേസ്റ്റ് ആക്കുക, ഇങ്ങനെയുള്ള അശുഭമായിരിക്കുന്ന കാര്യങ്ങൾ ഏത് വീട്ടിലാണോ ചെയ്യുന്നത് ആ വീട്ടിൽ ഭഗവതി അലക്ഷ്മിയായിട്ട് വസിക്കും എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? വിദ്വാൻമാരുടെ ഹൃദയങ്ങളിൽ ബുദ്ധിയായിട്ടിരിക്കുന്നത് അമ്മ തന്നെയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള അറിവുള്ള ജ്ഞാനിയായിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ബുദ്ധിയായിരിക്കുന്നത് ആ അമ്മ തന്നെയാണ്. സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധയായിരിക്കുന്നതും അമ്മ തന്നെയാണ്. ഉത്കൃഷ്ട കുലജാതരിൽ ലോകാപവാദത്തെ ഭയക്കുന്ന ലജ്ജയായിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, അയ്യോ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, വളരെ നാണക്കേടാണ് ചേച്ചി, അങ്ങനെയുള്ള മോശം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വരില്ല എന്നുള്ള ആ ലജ്ജയായി നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നതും അമ്മ തന്നെയാണ്. അതുപോലെ ആ ദേവി, അങ്ങനെയുള്ള ദേവിയെ നമ്മൾ വണങ്ങുന്നു എന്നാ പറയുന്നത്. അവിടുന്ന് സർവ്വലോകവും പരിപാലിക്കണേ എന്ന് ദേവന്മാർ അമ്മയോട് ചോദിക്കുകയാണ്. കിം വർണ്ണയാമത്തവ രൂപമചിന്യമേത് കിം ജാതിവീര്യമസുരക്ഷയകാരി ഭൂരി കിം ചാഹവേഷു ചരിധാനി താവാധിയാനി സർവേഷു ദേവ്യസുരഘേ ദേവഗണാധികേഷു എന്ന് വെച്ചാല്, അലയോ ദേവി, സകല ദേവഗണങ്ങൾക്കും വിചാരിക്കാൻ കഴിയാത്ത ദേവിയുടെ ആ രൂപത്തെ, അസുരഗണങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല അമ്മയുടെ ആ രൂപം അല്ലെ, അങ്ങനെയുള്ള ദേവിയുടെ രൂപത്തെ, അസുരനാശത്തെ ചെയ്യുന്ന ദേവിയുടെ അതിവീര്യത്തെയും, അസുരന്മാരെ എല്ലാം അമ്മ നശിപ്പിച്ചു കളഞ്ഞു, അങ്ങനെയുള്ള ദേവിയുടെ ആ വീര്യത്തെയും, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അമ്മയുടെ ആ രൂപത്തെയും, ദേവി നടത്തിയ യുദ്ധങ്ങളുടെ എല്ലാ കഥകളെയും ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും ഭഗവതി എന്നാ ചോദിക്കുന്നത്. നമുക്കെന്നല്ല, ത്രിലോകങ്ങളിലുള്ളവർക്ക് പോലും അമ്മയുടെ ഒരു കാര്യത്തെക്കുറിച്ചും വർണ്ണിക്കാനാവില്ല, അത്രയും മുകളിലാണ് അമ്മ ഇരിക്കുന്നത്. ഹേതു സമസ്ത ജഗതാം ത്രിഗുണാഭിദോഷേർ ന ജ്ഞായസേ ഹരിഹരാദിവ്യാവര സർവാശ്രയാഖിലമിതം ജഗദ്ദംശ ഭൂതാമവാക്യാകൃത ഹി പരമാ പ്രകൃതിസ്ത്വമാധ്യ എന്ന് വെച്ചാല്, അവിടുന്ന് എല്ലാ ജഗത്തിനും കാരണഭൂതയാണ് അല്ലെ, എല്ലാ ജഗത്തിനും, സർവചരാചരങ്ങൾക്കും ലോകത്തിനും കാരണഭൂതയാണ് അമ്മ. സത്വരജോ തമോ രൂപമായിരിക്കുന്ന 3 ഗുണങ്ങളോടും കൂടിയാണ് അമ്മ വന്നിരിക്കുന്നത്. രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്, സത്വഗുണവും അമ്മയിലുണ്ട്. രാഗാദി ദ്വേഷങ്ങളാൽ അറിയപ്പെടുന്നില്ല അമ്മ. പിന്നെയോ വിഷ്ണു മഹേശ്വരാദികൾ പോലും അവിടുത്തെ മനസ്സിലാക്കുന്നില്ല. മഹാദേവനും വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവന് പോലും അമ്മയെ പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. എല്ലാത്തിനും ആശ്രയമായിരിക്കുന്ന നിന്തിരുവടിയുടെ അംശമാണ് ഈ ജഗത്ത് മുഴുവനും അല്ലെ, അമ്മയുടെ ഒരു അംശമാണ് ഈ ഒരു ലോകം എന്ന് പറയുന്നത്. അമ്മയിൽ നിന്ന് വന്ന ഒരു അംശം മാത്രമാണ്, ഈ ലോകം മുഴുവൻ അമ്മയുടെ അംശമാണ്. അവിടുന്ന് വികാരരഹിതയാണ് അമ്മ. സർവോത്കൃഷ്ടമായിരിക്കുന്ന ആദ്യ പ്രകൃതി തന്നെ അമ്മയാണ്. ഇത് ദേവന്മാർ അമ്മയെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? യസ്യാ സമസ്താ സുരതാ സമൂധിരേണ തൃപ്തിം പ്രായതി സകലേഷു മഖേഷു ദേവി സ്വാഹാസി വൈ പിതൃഗണസ്യ ച തൃപ്തി ഹേതു രുച്ചാരാസ്യേ ത്വമവധ ഏവ ജന്യേ സ്വദാച എന്ന് വെച്ചാല്, അല്ലയോ ദേവി, യാഗാദികളിൽ നമ്മൾ എന്ത് യാഗം ചെയ്യുമ്പോഴും സ്വാഹ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോ ആ സ്വാഹ എന്ന് പറയുന്നതും ഭഗവതി തന്നെയാണ്. അത് വേണ്ടതുപോലെ ഉച്ചരിച്ച്, സ്വാഹ എന്ന ആ ഒരു മന്ത്രം അത് വേണ്ടതുപോലെ ഉച്ചരിച്ച് ഹോമം ചെയ്യുമ്പോൾ എല്ലാ ദേവന്മാരും തൃപ്തിയാവുന്നുണ്ട്. ആ പ്രസിദ്ധമായിരിക്കുന്ന സ്വാഹാ മന്ത്രം എന്ന് പറയുന്നതും ദേവി തന്നെയാണ്. അതുപോലെ തന്നെ പിതൃകാര്യങ്ങളിൽ നമ്മളിപ്പം പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്ന സമയത്തിൽ ഹോമങ്ങളിൽ നമ്മൾ സ്വാഹ എന്ന് പറയുമ്പോൾ പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുമ്പോൾ സ്വാധ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഹോമാദി കർമ്മങ്ങളിൽ സ്വാഹ എന്നും പിതൃകാര്യങ്ങളിൽ നമുക്ക് സ്വധ എന്നുമാണ് പറയുന്നത്. ആ സ്വധ എന്ന മന്ത്രവും ദേവി തന്നെയാണ്, സ്വാഹ എന്ന മന്ത്രവും ദേവി തന്നെയാണ്. യാ മുക്തി ഹേതുരവിചിന്യ മഹാവ്രതാത്വമപസ്യസ്യേ സുനിയന്ത്രേ സുനിയധേന്ദ്രിയ തത്വാസാരേ മോക്ഷാർത്തിബിർ മുനിബിരസ്ത സമസ്തദോഷേർ വിദ്യാസി സാ ഭഗവതി പരമാഹി ദേവി എന്ന് വെച്ചാല്, അല്ലയോ ദേവി,
എല്ലാ ദോഷങ്ങളും മാറിയിട്ട് അസ്തമിച്ചിട്ട് ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ചിരിക്കുന്ന മോക്ഷാർത്ഥികളായിരിക്കുന്ന മുനികളെല്ലാവരും ഋഷിവര്യന്മാര് എന്താ ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ നിയന്ത്രണങ്ങളും വരുത്തിയിട്ടുണ്ടാവും അവർക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാവില്ല സന്യാസികൾക്ക്. അങ്ങനെയുള്ള മുനിമാർ അഭ്യസിക്കുന്നത് എന്താണ്? മോക്ഷത്തിന് കാരണമായിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത മഹാവ്രതങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ആ പരമമായിരിക്കുന്ന ഒരു ബ്രഹ്മവിദ്യയുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ബ്രഹ്മവിദ്യയെ കുറിച്ച്. മുനിമാരെല്ലാവരും അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റി നിർത്തി ലൗകിക കാര്യങ്ങളിൽ നിന്ന് എല്ലാ ഇന്ദ്രിയ നിയന്ത്രണങ്ങളും വരുത്തി അവർ ഈ ലോകത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലൂടെ ജീവിച്ചിട്ട് ബ്രഹ്മവിദ്യ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ബ്രഹ്മവിദ്യ എന്താണെന്ന് ചോദിച്ചാൽ അതുപോലും ഭഗവതിയാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ശബ്ദാത്മിക സുവിമല മൃഗജുഷാം നിദാന മുക്തിധരാമ്യ പദാ പാടവധാം ച സാംനാം ദേവി ത്രയീ ഭഗവതി ഭവഭാവനായ വാർത്താച സർവജഗതാം പരമാർത്ഥിഹന്ത്രി. അല്ലയോ ദേവി, ശബ്ദസ്വരൂപിണിയായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന ഋഗ്വേദം, യജുർവേദം, അങ്ങനെയുള്ള പിന്നെ ഗാനരൂപത്തിലാണ് സാമവേദമുള്ളത്. അങ്ങനെയുള്ള ത്രയി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ 3 വേദങ്ങളെയും നമ്മൾ പറയുന്നത് ത്രയി എന്നാണ്. 4 വേദങ്ങളുണ്ട്, പക്ഷെ 3 കുറിച്ച് നമ്മൾ പറയുന്നു ത്രയി എന്നാണ് പറയുന്നത്. അപ്പോ ശബ്ദസ്വരൂപിണിയായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന ഋഗ്വേദം, യജുർവേദം, ഗാനരൂപത്തിലുള്ള സാമവേദം, ഈ 3 വേദങ്ങൾ അടങ്ങിയാൽ അത് ത്രയി എന്ന് നമ്മൾ പറയും. ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെ പറയുന്ന 3 വേദങ്ങൾക്കും ആധാരവും ആരാണ്? ദേവി തന്നെയാണ്. സംസാര പ്രവർത്തനത്തിനായുള്ള കൃഷി, അതായത് നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൃഷിയുടെ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതും ദേവി തന്നെയാണ്. ഐശ്വര്യമയ്യായിരിക്കുന്ന ദേവി, അതായത് അന്നപൂർണേശ്വരി. അന്നം ലഭിക്കണമെങ്കിൽ കൃഷി ചെയ്യണം. അപ്പൊ ആ അന്നപൂർണേശ്വരിയും ദേവി തന്നെയാണ്. സംസാരികളായിരിക്കുന്ന ജനങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതും ഭഗവതി തന്നെയാണ്. മേധാസി ദേവി വിദിതാഖില ശാസ്ത്രസാര ദുർഗാസി ദുർഗാ ഭവസാഗര നൗരസംഘ ശ്രീ കൈടബാരി ഹൃദയൈക കൃതാദിവാസ ഗൗരി ത്വമേവ ശശിമൗലി കൃതപ്രതിഷ്ഠ. അതായത് അല്ലയോ ദേവി, വിദ്വാൻമാർക്ക് എല്ലാ ശാസ്ത്രങ്ങളുടെയും അറിവുള്ളവർക്ക് എല്ലാ ശാസ്ത്രങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കുവാൻ ആവശ്യമായിരിക്കുന്ന മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി, അങ്ങനെയുള്ള ബുദ്ധി എന്ന് പറയുന്നതും ദേവി തന്നെയാണ്. അപ്പോ വിദ്വാൻമാർക്ക് അവർക്ക് ബുദ്ധി, നമുക്കൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധി പോലും ദേവിയാണ്. ദുർഗമയമായിരിക്കുന്ന സംസാര സാഗരത്തെ കടക്കാൻ, ഈ ഒരു കഷ്ടപ്പാട്, നമ്മുടെ ഈ ഒരു ജീവിതത്തിലുള്ള സംസാര സാഗരം അത് മറികടക്കാനുള്ള തോണിയായിട്ട് അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണം. മഹാവിഷ്ണുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു ആരായിട്ട്? ലക്ഷ്മി ദേവിയായിട്ട്. ചന്ദ്രമൗലീശ്വരനായിരിക്കുന്ന മഹാദേവനിൽ ഇരിക്കുന്ന പാർവതിയും ദേവി തന്നെയാണ്. അവിടുന്ന് തന്നെയാണ് ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും വിദ്യയുടെ അമ്മയായിരിക്കുന്ന സരസ്വതി ദേവിയും എല്ലാം അമ്മ തന്നെയാണ്. ഈഷത് സഹാസമമലം പരിപൂർണ ചന്ദ്രബിംബാനുകാരി കനകോത്തമ കാന്തികാന്തം അത്യദ്ഭുതം പ്രഹൃതമാത്തരുഷാ തദാപി വക്രതം വിലോക്യ സഹസാ മഹിഷാസുരേണ എന്ന് വെച്ചാല് പൂർണ്ണചന്ദ്രം ബിംബം പോലെയുള്ള, അതായത് നമ്മുടെ വെളുത്തവാവ് പൗർണമിക്ക് നമ്മൾ കാണുന്നില്ലേ പൂർണ്ണമായിരിക്കുന്ന ചന്ദ്രനെ, അങ്ങനത്തെ ചന്ദ്രബിംബം പോലെയുള്ള നിർമ്മലമായിരിക്കുന്ന ഉത്തമമായ കനകത്തിന്റെ, അതായത് സ്വർണത്തിന്റെ തിളക്കത്തോടെ കാന്തിയോടെ എപ്പോഴും ചെറുപുഞ്ചിരിയോട് കൂടിയതായിരിക്കുന്ന ആ ദേവിയുടെ മുഖം കണ്ടിട്ട് പോലും, അമ്മയുടെ മുഖം എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനെ പോലെ എപ്പോഴും നല്ല സ്വർണ്ണ നിറത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുപുഞ്ചിരി എപ്പോഴും അമ്മയുടെ ചുണ്ടിലുണ്ടാവും. അങ്ങനെയുള്ള അമ്മയുടെ മുഖം കണ്ടിട്ട് പോലും മഹിഷാസുരന് അമ്മയോട് ദേഷ്യമാണ് തോന്നിയിരിക്കുന്നത്. ദേവിയുടെ നേർക്ക് ഇങ്ങനെയുള്ള ദേവിയുടെ നേർക്ക് മഹിഷാസുരൻ ആയുധങ്ങൾ എറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വളരെ ലജ്ജയാണ്, അതുപോലെ തന്നെ ആശ്ചര്യം തോന്നുന്നു. എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? നമുക്കിപ്പോ ഒരു നല്ല പുഞ്ചിരിയോടുകൂടി ഒരു കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് ഓമനത്തമാണ് തോന്നുന്നത് അല്ലെ? അപ്പൊ അതേപോലെ ഇത്രയും മനോഹരമായിരിക്കുന്ന ആശ്ചര്യമുളവാക്കുന്ന തേജസ്സുള്ള അമ്മയുടെ മുഖം കണ്ടിട്ട് മഹിഷാസുരന് എന്താണ് ഇങ്ങനെ ഒരു തോന്നൽ വന്നത്, ദേഷ്യം വരാൻ കാരണം? ഇത് വളരെ ആശ്ചര്യമായി തോന്നുന്നു എന്നാ പറയുന്നത്.
ദൃഷ്ട്വാ തു ദേവി കുപിതം ഭൃകൂടി കരാളമദ്യുച്ചാശാങ്ക സദൃശ്ചവി എന്ന സദ്യാ പ്രണാൻ മുമുജോ മഹിഷസ്തവദ്ദീവ ചിത്രം കൈർജീവിദ്യേ ഹി കുപിതാന്തക ദർശനേന. അല്ലയോ ദേവി, ദേഷ്യം കൊണ്ട് വളഞ്ഞ പുരികക്കൊടികളൊക്കെ ഉണ്ട്. ഭയങ്കരവും ഉദിച്ചുയരുന്ന ചന്ദ്രന്റെ ശോഭയുള്ളതുമായിരിക്കുന്ന ദേവിയുടെ മുഖം. ദേഷ്യം കൊണ്ട് ദേവിയുടെ മുഖം ഒന്ന് പുരികക്കൊടിയൊക്കെ ഒന്ന് വളഞ്ഞു. പിന്നെയോ ഉദിച്ചുയരുന്ന ചന്ദ്രന്റെ ശോഭയാണ് ദേവിക്കുള്ളത്, മുഖത്തിനുള്ളത്. അങ്ങനെയുള്ള ദേവിയുടെ മുഖം കണ്ടിട്ട് പോലും മഹിഷാസുരൻ മരിച്ചു വീണില്ല. അതും ആശ്ചര്യം തന്നെ. എങ്ങനെയാ അവൻ ഇങ്ങനൊക്കെ കണ്ടിട്ട് മരിച്ചു വീഴാതിരിക്കുന്നത്? കുപിതനായ അന്തകനെ കണ്ടിട്ട് ആർക്കെങ്കിലും ജീവനോടെ ഓടി രക്ഷപ്പെടാൻ കഴിയോ? ദേഷ്യത്തോടു കൂടി അന്തകൻ വന്ന് ആരായാലും പേടിച്ച് അറ്റാക്ക് വന്ന് മരിക്കും അല്ലെ? പക്ഷെ അപ്പോ അതിനേക്കാൾ ഇതായിട്ട് ദേവി വന്ന് നിന്നിട്ട് പോലും ഇയാള് മരിച്ചു വീണില്ല എന്ന് പറയുമ്പോ അത് ഭയങ്കര അതിശയോക്തിയാ പറയുന്നത്. ദേവി പ്രസീത പരമാ ഭവതി ഭവായ സദ്യോ വിനാശയസി കോപവതി കുലാനി വിജ്ഞാതമേത ദതുനൈവ യതസ്തമേധാനദീതം ബലം സുവിപുലം മഹിഷാസുരസ്യ. അല്ലയോ ദേവി, അവിടുന്ന് പ്രസന്നയായി ഭവിച്ചാലും ദേവി സന്തുഷ്ടയായി കഴിഞ്ഞാൽ കുലാഭിവൃദ്ധിയെ തരുമെന്നും, അതായത് ദേവി നമ്മളിൽ സന്തുഷ്ടയായി കഴിഞ്ഞാൽ നമ്മുടെ കുലത്തിന് നല്ല അഭിവൃദ്ധി ഉണ്ടാവും. കോപവതിയായി കഴിഞ്ഞാൽ നമ്മുടെ കുലം അങ്ങ് ദേവി നശിപ്പിച്ചു കളയും, സന്മൂലം നശിച്ചു പോകും. മഹിഷാസുരന്റെ വലുതായ സേനയെ അമ്മ എന്താ ചെയ്തത്? എങ്ങനെ നശിപ്പിച്ചു? ആ കുലത്തെ തന്നെ അമ്മ നശിപ്പിച്ചു കളഞ്ഞു. അത് നമുക്ക് ഇപ്പോ മനസ്സിലായി എന്നാ പറയുന്നത്. ആ കുലത്തെ തന്നെ അമ്മ ഇല്ലാതാക്കി കളഞ്ഞു. തേ സമ്മദാ ജനപാദേഷു ധനാനി തേഷാം തേഷാം യംശാസിനച്ച സീതതി ധർമ്മവർഗ ധന്യാസ്ത ഏവ നിബ്രതാത്മജ ബ്രതാധാര യേഷാം സദാഭിദയത ഭവതി പ്രസന്ന. എന്ന് വെച്ചാല് അല്ലയോ ദേവി, എപ്പോഴും അഭിവൃദ്ധിയെ അമ്മ നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? എപ്പോഴും അമ്മ അഭിവൃദ്ധി നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. ആരുടെ മേലാണോ അമ്മ പ്രസന്നയായിരിക്കുന്നത് അവർ സമൂഹത്തിൽ അവർക്ക് നല്ല നല്ല ആദരവ് ലഭിക്കും. ആളുകളുടെ ഹൃദയത്തിൽ അവരിയ്ക്കും. ഭഗവതിയുടെ അനുഗ്രഹം ആരിലുണ്ടോ അവർക്ക് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനമുണ്ടാവും. ആളുകൾ അവരെ വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ലാതെ ആളുകൾ അവരെ സ്നേഹിക്കും, ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർക്ക് നല്ല ധനമുണ്ടാവും, നല്ല പേരുണ്ടാവും. ക്ഷയിക്കാത്ത ധർമാദി പുരുഷാർത്ഥങ്ങളോട് കൂടിയവരായിരിക്കും. വിനീതരായിരിക്കുന്ന പുത്രന്മാർ അവർക്കുണ്ടാവും. അവരെപ്പോഴും ധന്യരായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ദേവീ കടാക്ഷമുണ്ട് എന്നുള്ള കാര്യം. മനസ്സിലായോ? ധർമ്മ്യാണി ദേവി സകലാനി സദൈവ കർമാണ്യതാദ്യുദ്രുത പ്രതിദിനം സുഹൃതി കരോതി സ്വർഗം പ്രയാതിചത്തതോ ഭവതി പ്രസാദാ ലോകത്രയോപി ഫലദാ നനു ദേവി തേന. എന്ന് വെച്ചാല് അല്ലയോ ദേവി, ദേവിയുടെ പ്രസാദത്തിന് പാത്രമായവർ, അമ്മയുടെ അനുഗ്രഹം ലഭിച്ചവര് ദിവസം തോറും എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ധർമാനുശാസനം, ധർമ്മത്തിനനുസരിച്ചുള്ള എല്ലാ പ്രവർത്തികളും അവർ നിഷ്ഠയോടെയും ആദരവോടും കൂടി ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർക്ക് സ്വർഗവും മോക്ഷവും ലഭിക്കും. ദേവിയാണല്ലോ 3 ലോകത്തിന്റെയും കർമ്മത്തെ നൽകുന്നത്. അപ്പോ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നവര് ദിവസം തോറും ധർമ്മത്തില് ഇങ്ങനെ മോക്ഷത്തിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് അവര് നടന്നുകൊണ്ടേയിരിക്കും. ദുർഗേ സ്മൃതാ ഹരസി ഭീതി മശേഷജന്തോ സ്വസ്ഥേ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാ തുതന്യ സർവോപകാരണക്കാരനായ സദാർത്ര ചിത്ത. അല്ലയോ ദേവി, വിഷമാവസ്ഥയിൽ പെട്ടിരിക്കുന്നവർ ദേവിയെ ഓർമ്മിച്ചാൽ തന്നെ അവരുടെ ആ ഒരു ഭയത്തെ അമ്മ ഇല്ലാതാക്കും. നമുക്കൊരു വിഷമം വന്നാൽ അമ്മേ ഭഗവതി കരുണാമയി ജഗദംബികേ എന്ന് നമ്മളൊന്ന് ഹൃദയം കൊണ്ട് വിളിച്ചാൽ തന്നെ നമ്മുടെ ആ വിഷമത്തെ അമ്മ ഇല്ലായ്മ ചെയ്യും. ഭയമില്ലാത്തവർ ദേവിയെ സ്മരിച്ചാൽ വളരെ ശുഭമായിരിക്കുന്ന ബുദ്ധിയാണ് ദേവി നൽകുന്നത്. നമ്മൾ എന്ത് വന്നാലും ജീവിതത്തിൽ ഭയപ്പെടരുത്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. ആത്മഹത്യ എന്ന് പറയുന്നതൊക്കെ ഭയം കൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്, വെറുത്തിട്ട് ചെയ്യുന്നതല്ല. ജീവിതത്തെ നേരിടാനുള്ള ഭയമാണ് അവരെ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത്. അവരാരും ദേവി പ്രീതിക്ക് പാത്രമായവരല്ല എന്ന് മനസ്സിലാക്കണം. ഇതൊന്നുമില്ലാതെ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടാൻ നമ്മൾ തയ്യാറായിക്കൊണ്ട് അമ്മയെ വിളിക്കുകയാണെങ്കിൽ അമ്മ അവർക്ക് നല്ല ബുദ്ധിയെ കൊടുക്കുന്നു. എപ്പോഴും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ തയ്യാറുള്ളവളാണ് അമ്മ എന്ന് പറയുന്നത്. എപ്പോഴും അലിഞ്ഞ ഹൃദയത്തോടു കൂടിയവളാണ് അമ്മ. ദേവിക്കല്ലാതെ ദാരിദ്ര്യ ദുഃഖത്തെ അകറ്റാൻ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ദാരിദ്ര്യം അകറ്റാൻ ഭഗവതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
ഏബിർഹതൈർ ജഗപ്പുബൈധി സുഖം തദൈതേ കുർവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമ മൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മദേതി നൂന മഹിതാൻ വിനിഹംസി ദേവി എന്ന് വെച്ചാല്, അല്ലയോ ദേവി, ദുഷ്ടരായ ഈ അസുരന്മാരെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ട് ലോകം സുഖം പ്രാപിക്കട്ടെ. ഈ പാപികൾ വീണ്ടും കഠിനമായ പാപങ്ങൾ ചെയ്ത് നിത്യ നരകത്തിൽ ആഴ്ന്നു പോവാൻ പാടില്ലല്ലോ എന്ന് കരുതിയാണ് ദേവി അവർക്ക് സംഗ്രാമ മൃത്യു എന്ന് വെച്ചാൽ യുദ്ധത്തിനിടയിലുള്ള മരണം, ആ ഒരു മരണം നൽകി. അതുവഴി അവരും സ്വർഗത്തിലേക്ക് പോയി. കാരണം എന്താ? അവരെ മരണത്തിന് കീഴടക്കിയത് ദേവിയാണ്. ദേവിയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് മോക്ഷം ലഭിച്ച് അവരും സ്വർഗത്തിലേക്ക് പോയി. ദുഷ്ടൈവ കിം ന ഭവതി പ്രകരോതി ഭസ്മ സർവാസുരനരിഷ്യത് പ്രഹണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തുരിഭവോ പിഹി ശസ്ത്രപുധാ ഇദം മതിർഭവതി ത്വേഷാം ഹിതേഷു സ്വാധി. ദേവിയുടെ ഒരു നോട്ടം മതി ശത്രുക്കളെ ദഹിപ്പിക്കാൻ. അങ്ങനെ സാധിക്കുമെങ്കിൽ കൂടിയും ഭഗവതി എന്താ ചെയ്തത്? അങ്ങനെയൊന്നും ചെയ്തില്ല. എന്നിട്ടോ ആയുധങ്ങൾ കൊണ്ടാണ് മഹിഷാസുരനെയും സേനയെയും കൊന്നുകളഞ്ഞത്. അമ്മയുടെ ഒരു നോട്ടം മതി ഇവർ മരിക്കാൻ. പക്ഷെ അമ്മ ആ നോട്ടം കൊണ്ടല്ല അവരെ കൊന്നത്, ആയുധങ്ങൾ കൊണ്ടാണ് കൊന്നത്. ശത്രുക്കൾ പോലും ദേവിയുടെ ആയുധമേറ്റിട്ട് ശുദ്ധരായിട്ട് സ്വർഗലോകാദികളെ പ്രാപിക്കട്ടെ എന്ന അനുഗ്രഹ ബുദ്ധിയാണ് അമ്മ നൽകിയത്. മനസ്സിലായില്ലേ? നോട്ടം കൊണ്ട് കൊല്ലാൻ പറ്റുന്നിടത്ത് അമ്മയുടെ ആയുധങ്ങൾ കൊണ്ട് കൊന്നിട്ട് സ്വർഗത്തിലേക്ക് അമ്മ വഴി കാണിച്ചു കൊടുത്തു. ഗഡ്ഗപ്രഭാ നികര വിസ്ഫുരണൈസ്തദോഗ്രൈ ശൂലാഗ്രകാന്തി നിവഹേന ദൃശോസുരാണാം യന്നാഗതാ വിലയമംശു മതിദുബഗണ്ഠ യോഗ്യാനനം തവ വിലോകയതാം തദേതത്. ദേവിയുടെ ആ വാളിൽ നിന്നുള്ള, ഗഡ്ഗത്തിൽ നിന്നുള്ള പ്രഭാപ്രഹസരം ശൂലാഗ്രങ്ങളുടെ കാന്തി സമൂഹം കൊണ്ടും അസുരന്മാരുടെ കണ്ണുകളെല്ലാം പൊട്ടിപ്പോകാത്തത്, അതായത് ദേവിയുടെ ആ ശൂലത്തിന്റെ കാന്തി മതി, ആ ഒരു വെളിച്ചം മതി അസുരന്മാരുടെ കാഴ്ച നഷ്ടപ്പെടാൻ. പിന്നെയോ ആ ഗഡ്ഗത്തിൽ നിന്ന്, വാളിൽ നിന്നുള്ള ആ പ്രഭ മതി അവരുടെ നാശത്തിന് കാരണമാവാൻ. എന്നിട്ടും ദേവിയുടെ ചന്ദ്രമുഖത്തെ, അതായത് ദേവിയുടെ ആ ഒരു മുഖകാന്തിയെ കുറിച്ചാണ് പറയുന്നത്. അസുരന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, അമ്മയുടെ ആ മുഖത്തേക്ക് തന്നെ അവർ നോക്കുന്നത് കൊണ്ടാണ് അവര് അങ്ങനെ നശിച്ചു പോകാത്തത് എന്നാ പറയുന്നത്. ദുർവൃത്ത ശമനം തവത് ദേവി ശീലം രൂപം തദൈത ദേവി ചിന്യമതുല്യമന്യേ വീര്യം ച ഹന്ത്യാ ഹന്ത്രഹൃത ദേവാ പരാക്രമാണാം വൈരീശ്വബി പ്രകടദൈവ ദയാത്വയേസ്താം എന്ന് വെച്ചാല് ദുർജനങ്ങളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുക എന്നതാണ് ദേവിയുടെ ശീലം. തെറ്റായ ആളുകൾ എന്ത് ചെയ്താലും അവരുടെ ആ പ്രവൃത്തിയെ അമ്മ ഇല്ലായ്മ ചെയ്ത് കളയും. തെറ്റുകൾ അമ്മ തിരുത്തിക്കൊണ്ടേയിരിക്കും. ദേവിയുടെ മനോഹരമായിരിക്കുന്ന ആ രൂപം എന്ന് പറഞ്ഞാൽ അചിന്യമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഭഗവതിയുടെ ആ രൂപം എന്ന് പറയുന്നത്. അതുപോലെയോ തുലനമറ്റതാണ് ദേവിയുടെ ഭംഗി എന്ന് പറയുന്നത്. ദേവിക്ക് തുല്യമാക്കി വെക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ദേവിയുടെ വീര്യം, അമ്മയുടെ ശക്തി എന്ന് പറയുന്നത് ദേവന്മാരെ തോൽപ്പിച്ചവരെ കൊല്ലുന്നതിന് പര്യാപ്തമാണ്. ദേവന്മാരെ തോൽപ്പിച്ചവരെ അമ്മ നിമിഷ നേരം കൊണ്ട് തന്നെ അമ്മ ഇല്ലായ്മ ചെയ്തു കളയും. എന്നിട്ടും ദേവി പറഞ്ഞ പോലെ വൈരികളിൽ പോലും ദേവി ദയ കാണിക്കുകയാണ്. പോട്ടെ, സാരമില്ല, അവർ ചെയ്ത തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എപ്പോഴും ഈ ശത്രുക്കളോട് പോലും അമ്മ ക്ഷമ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഒരു നിമിഷം മതി ഇവരെ ഇല്ലായ്മ ചെയ്യാൻ, എന്നാലും അമ്മ ക്ഷമിക്കുകയാണ്. കോനോപമാ ഭവതു തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യഹിതാരി കുത്ര ചിത്തേ കൃപാ സമര നിഷ്ഠൂരധാ ച തൃഷ്ടാ ത്വയേവ ദേവി വരദേ ഭുവനത്രയേഭി എന്ന് വെച്ചാൽ ഭവതിയുടെ ഈ പരാക്രമത്തിന് യാതൊരു തുലനവുമില്ല. അമ്മ ഒരു കാര്യം വിചാരിച്ചാൽ അമ്മ അത് നടത്തിയിരിക്കും. ദേവിയുടെ രൂപം എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് ഭയങ്കരമായിട്ടാണ് തോന്നുന്നത്, അല്ലാത്തവർക്ക് നല്ല മനോഹരമാണ് ദേവിയുടെ രൂപം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ദേവിയുടെ രൂപം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ശത്രുക്കൾക്ക് പോലും ഭയമുളവാക്കുന്നതാണ്. അതുപോലെ വരദയായിരിക്കുന്ന ദേവിയുടെ മനസ്സിലെ കാരുണ്യം, അമ്മയുടെ കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അമ്മയ്ക്ക് എല്ലാവരോടും തോന്നുന്ന കാരുണ്യം, എത്ര ദേഷ്യഭാവത്തിൽ അമ്മ ഇരിക്കുകയാണെങ്കിലും അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു കാരുണ്യം തോന്നിക്കഴിഞ്ഞാൽ ആ കാരുണ്യം ആരെ കൊണ്ടും മാറ്റാൻ കഴിയില്ല. അങ്ങനെയുള്ള അമ്മയുടെ മനസ്സിലെ കാരുണ്യം, ദയ, യുദ്ധത്തിലുള്ള നിഷ്ഠൂരത, 3 ലോകങ്ങളിൽ നോക്കിയാൽ അമ്മയുടെ ഈ കാരുണ്യവും ഇതൊന്നും വേറെ എവിടെയും കാണാൻ കഴിയില്ല, ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല. അത്രത്തോളം കാരുണ്യമാണ് ആ അമ്മയുടെ ഹൃദയത്തിലുള്ളത്.
ത്രൈലോക്യമേതദഖിലം രിപുനാശനേന ത്രായം ത്വയാ സമരമൂർധനി തേഭി ഹത്വാ നീതാ ദിവം രിപുഗണ ഭയമപ്യാസസ്തദാ മസ്മാകമത്മുദം സുരാരിഭവം നമസ്തേ. ഹേ ദേവി, ശത്രുക്കളെ കൊന്നൊടുക്കിയത് കൊണ്ട് 3 ലോകങ്ങളെയും അമ്മ രക്ഷിച്ചിരിക്കുകയാണ്. ആ ശത്രുക്കളെ പോലും സമരത്തിൽ നിഗ്രഹിച്ച് അമ്മ സ്വർഗത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഉന്മത്തരായിരിക്കുന്ന അസുരന്മാരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ ആ ഭയമെല്ലാം അമ്മ തീർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് കോടാനുകോടി നമസ്കാരം എന്നാണ് ഇവിടെ ദേവന്മാര് പറയുന്നത്. ശൂലേന പാഹിനോ ദേവി പാഹി ഗഡ്ഗേന ചാമ്പികേ ഗണ്ഡാസ്വനേന നഃ പാഹി ചാപജ്യാനിസ്വനേന ച. ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വളരെ ശക്തമാണ് ദേവി മഹാത്മ്യത്തില്. ഇത് എല്ലാവരും ദിവസവും 21 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത മാറ്റമാണ്. അത്രയ്ക്ക് ശക്തമാണ് ദേവി മഹാത്മ്യത്തിലെ ഈ ഒരു 4 വരി. ഇപ്പൊ ഞാൻ 2 പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ 4 വരികളുണ്ട്. അത് ദിവസവും ജപിച്ചു നോക്കൂ, ഭയങ്കര മാറ്റമായിരിക്കും ജീവിതത്തിൽ. അതിന് ദേവി മഹാത്മ്യം വലിയക്ഷരത്തിന്റെ പുസ്തകമുണ്ട് നമ്മുടെ കയ്യിൽ മഞ്ജരീസിൽ. നിങ്ങൾ ഓർഡർ തന്നാൽ നമ്മളത് അയച്ചു തരാം. അതില് 4-ാം അധ്യായത്തില് 23-ാമത്തത് എടുത്താൽ മതി. ഈ 4 വരികൾ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 4 വരികൾ ജപിക്കുകയാണെങ്കിൽ ഏതു വലിയ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. ജീവിതത്തിൽ എത്ര വലിയ കഠിനമായ പരീക്ഷണത്തിൽ നിന്നും അമ്മ നിങ്ങളെ രക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. ദേവി മഹാത്മ്യം തൊട്ടുകൊണ്ടാണ് ഞാൻ പറയണത്, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്യോർ വെജിറ്റേറിയൻ ആയിരിക്കണം. വെജ് ആണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. വെജ് അല്ല എങ്കിൽ ആ കാര്യത്തിലേക്ക് കടക്കേ ചെയ്യരുത്. വെജിറ്റേറിയൻ ആയിരിക്കുന്നവർക്ക് ഇത് വളരെ ശക്തമായ മന്ത്രമാണ്. ശൂലേന പാഹിനോ ദേവി പാഹി ഗഡ്ഗേന ജാംബികേ ഗണ്ഡാസ്വനേന ന പാഹി ചാപജ്യാനിസ്വനേന ച. എന്ന് വെച്ചാല്, ഹേ ദേവി, ഞങ്ങളെ അമ്മയുടെ ശൂലം കൊണ്ടും വാളുകൊണ്ടും മണിനാഥം കൊണ്ടും ഞാണൊലി കൊണ്ടും രക്ഷിച്ചാലും അമ്മേ. ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പ്രാജ്യാം രക്ഷ പ്രതീജാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂലസ്യ ഉത്തരാം സ്യാതദേശ്വരി. അല്ലയോ ഈശ്വരി, ശൂലം ചുറ്റിക്കറക്കി, അമ്മയുടെ ചുറ്റിലും നമ്മുടെ ചുറ്റിലും ശൂലം ചുറ്റിക്കറക്കി ഞങ്ങളുടെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എല്ലാ ദിക്കുകളിലും അമ്മ രക്ഷ നൽകിയാലും. ഇതാണ് ഈ 4 വരിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ശക്തി എന്ന് പറഞ്ഞാൽ അതിതീവ്രമാണ് ഈ 4 വരികളുടെ ശക്തി. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ദിവസവും 21 പ്രാവശ്യം ജപിച്ചു നോക്കൂ. പയ്യെ 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 ഒരു മാറ്റം ജീവിതത്തിൽ ഉറപ്പാ. ഒരു രക്ഷയില്ലാത്ത മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ. അത്രയും ശക്തമാണ് ഈ മന്ത്രം. വെജിറ്റേറിയൻസ് മാത്രം ജപിക്കുക. ഇത് ജപിക്കാൻ വേണ്ടി വെജിറ്റേറിയൻ ആവുക. ജീവിതത്തിൽ വേണ്ടത് രക്ഷയാണ്, അല്ലെ? ശൂലേന പാഹിനോ ദേവി പാഹി ഗഡ്ഗേന ചാംബികേ ഗണ്ഡാസ്വനേന ന പാഹി ചാപജ്യാനി സ്വനേന ച പ്രാജ്യാം രക്ഷ പ്രതീജാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂലസ്യ ഉത്തരാം സ്യാതദേശ്വരി. ഇതാണ് ആ മന്ത്രം. അപ്പോൾ അത് കൃത്യമായിട്ട് ജപിക്കാൻ ശ്രമിക്കുക. സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തിദേ യാനി ചാദ്യാന്തഘോരാണി തൈരക്ഷാം സ്മാംസ്തഥാ ഭുവം. എന്ന് വെച്ചാല്, അല്ലയോ ദേവി, ത്രിലോകങ്ങളിലും വിഹരിക്കുന്ന അവിടുത്തെ സൗമ്യമായിരിക്കുന്ന രൂപങ്ങൾ കൊണ്ടും അത്യന്തം ഘോരമായ രൂപങ്ങൾ കൊണ്ടും ഞങ്ങളെയും ഭൂലോകത്തെയും രക്ഷിച്ചാലും. അമ്മ സൗമ്യയുമാണ്, അതിരൗദ്രയുമാണ്. അങ്ങനെയുള്ള അമ്മയുടെ രൂപം കൊണ്ട് ഞങ്ങളെയും ഈ ഭൂലോകത്തെയും രക്ഷിച്ചാലും. ഗഡ്ഗശൂല ഗദാദീനി യാനി ശാസ്ത്രാണി തേ തമ്പികേ കരപല്ലവ സംഖിനി തൈരസ്മാൻ രക്ഷ സർവധാ. ദേവിയുടെ തളിരു പോലെയുള്ള കൈകളിലെ ഗഡ്ഗം, അതായത് വാള്, ശൂലം, ഗദ തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ഞങ്ങളെ രക്ഷിച്ചാലും ഭഗവതി. ഇതാണ് ദേവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവതിയോട്. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഏവം സ്തുതാ സുരൈർ ദിവ്യേ കുസുമൈർ നന്ദനോദ്ഭവൈ അർച്ചിതാ ജഗദാം ധാത്രീ തഥാ ഗന്ധാനുലേപനൈ ഭക്ത്യാ സമസ്താദിദൈഷദി വൈർധൂപൈ സുധൂപിത പ്രാഹാ പ്രസാദമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. എന്ന് വെച്ചാല്, ഇപ്രകാരം എല്ലാ ദേവന്മാരും ചേർന്ന് ദേവിയെ സ്തുതിക്കുകയും നന്ദവനത്തിൽ നിന്ന് ശേഖരിച്ച ദിവ്യമായിരിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട്
സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് ആരാധിക്കുകയും സമസ്ത ദേവന്മാരും ദിവ്യമായ ധൂപം കൊണ്ട് ഭക്തിപൂർവ്വം ധൂപം കാണിക്കുകയും ചെയ്തപ്പോ ലോകമാതാവായിരിക്കുന്ന ഭഗവതി സന്തോഷവതിയായി പ്രസാദിച്ച് വണങ്ങി നിൽക്കുന്ന ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു. എന്താ ഭഗവതി പറഞ്ഞത്? ഇവരെല്ലാവരും ഇങ്ങനെ അമ്മയെ ആരാധിച്ചപ്പോ അവർക്ക് ഭയങ്കരമായ സന്തോഷം കൊണ്ട് അവർ തെളിഞ്ഞ ഹൃദയത്തോടു കൂടി ആരാധിച്ചപ്പം അവരോട് ഭഗവതി പറഞ്ഞു. എന്താ പറഞ്ഞേ? ദേവ്യോവാച, ദേവി പറഞ്ഞു, വ്രിയതാം ത്രിദശ സർവേ യസ്മത്തോഭിവാഞ്ചിതം. ഹേ ദേവന്മാരെ, നിങ്ങൾ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് ചോദിക്കൂ എന്ന് പറഞ്ഞു. ദേവാവാച, ദേവന്മാര് പറഞ്ഞു, ഭഗവത്യാം കൃതം സർവം ന കിഞ്ചിദവശിഷ്യതേ യദയം നിഹത ശത്രുസ്മരാഗം മഹിഷാസുര. ഞങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഈ മഹിഷാസുരനെ കൊന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഭഗവതി ചെയ്തു തന്നു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞു. യദിവാവിവരോധേയസ്ത്വാസ്മാകം മഹേശ്വരി സംസൃതാസ്മം സ്മൃതാം ത്വാം നോ ഹിംസ്തദേ പരമാപത. അഥവാ ഇനി ഞങ്ങൾക്ക് വരം തരികയാണെങ്കിൽ, അമ്മ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു അനുഗ്രഹം തരികയാണെങ്കിൽ, ഹേ മഹേശ്വരി, അവിടുത്തെ സ്മരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ എല്ലാ ആപത്തുകളും അമ്മ നശിപ്പിച്ചു തന്നാ മതി, ഇത്രയേ ഞങ്ങൾക്ക് വരം വേണ്ടു എന്ന് പറഞ്ഞു. യശ്ചമർത്യസ്തവൈരേഭിസ്ത്വാം സ്തോഷ്യമത്യമലാനനേ തസ്യ വിർദ്ധതി വിഭവൈർധനാധാരാദി സമ്പതാം വൃദ്ധയേ സമത്പ്രസന്നാ ത്വാം ഭവേദാ സർവദാംബികേ. പ്രസന്നവതയായിരിക്കുന്ന ഹേ അംബികേ, നിന്തിരുവടിയെ ഈ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്ന മനുഷ്യർക്ക് ഞങ്ങളിൽ പ്രസാദിച്ച നിന്തിരുവടി ജ്ഞാനം, ഈ മന്ത്രങ്ങൾ കൊണ്ട് ഏതു മനുഷ്യരാണോ അമ്മയെ സ്തുതിക്കുന്നത് ആ മനുഷ്യർക്ക് അമ്മ ഞങ്ങളിൽ പ്രസാദിച്ചു തന്നില്ലേ ജ്ഞാനം, സമൃദ്ധി, ഐശ്വര്യം, ഇവയോട് കൂടിയ ധനം, ഭാര്യ, സമ്പത്ത് മുതലായ എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും നൽകി അമ്മ അനുഗ്രഹിക്കൂ. ദേവന്മാര് പറയാണ്, അമ്മ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഈ ഒരു മന്ത്രം കൊണ്ട് ആരാണോ അമ്മയെ സ്തുതിക്കുന്നത് അവർക്ക് നൽകി അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഇതി പ്രസാദിതാ ദേവേർ ജഗദാർത്ഥത്വദാത്മനാ തദ്യേതുക്താ ഭദ്രകാളി ബഭൂവാന്താർഹിതാനുഭ്രാ. അല്ലയോ രാജാവേ, ഇപ്രകാരം ദേവന്മാരാൽ ഞങ്ങൾക്ക് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കപ്പെട്ട ഭദ്രകാളി അപ്രകാരം തന്നെയാകട്ടെ എന്നരുളി ചെയ്തിട്ട് അന്തർദാനം ചെയ്തു. ദേവന്മാര് ചോദിച്ച ആ വരം കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, അപ്രകാരം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അപ്രത്യക്ഷമായി. ഇത്യേതദത്കഥിതം ഭൂപ സംഭൂതാസാ യഥാ പുരാ ദേവീ ദേവശരീരഭ്യോ ജഗത്രേഹിതൈഷിണീ. ഹേ ഭൂപത്തെ, 3 ലോകങ്ങൾക്കും നന്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ദേവി എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പുനശ്ച ഗൗരി ദേഹാത് സാ സമുദ്ഭൂതാ യഥാ ഭവത് വദായ ദുഷ്ടദൈത്യാനാം തദാ ശുംഭനിശുംഭയോ രക്ഷണായ ച ലോകാനാം ദേവാനാം ഉപകാരിണീ തച്ഛൃണശ്വാമയാഖ്യാതം യഥാവത് കഥയാമി തേ. ശുംഭനിശുംഭന്മാർ ഉൾപ്പെടെയുള്ള ദുഷ്ടന്മാരായിരിക്കുന്ന ദൈത്യന്മാരെ, അതായത് അസുരന്മാരുടെ വധം നടത്തിയിട്ട് ദേവന്മാർക്ക് ഉപകാരം ചെയ്യാനും ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും ഗൗരിയുടെ ദേഹത്തു നിന്നും ദേവി എങ്ങനെയാണോ ഉദ്ഭവിച്ചത്, ഗൗരിയുടെ ദേഹത്തു നിന്ന് ദേവി എങ്ങനെയാണോ ഉദ്ഭവിച്ചത് എന്നുള്ളത് ഇനി വിവരിക്കാൻ പോവാണ്. ഹ്രീം ഹോം ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യ ചതുർത്ഥ. അങ്ങനെ നമ്മുടെ 4ാമത്തെ അധ്യായം കഴിഞ്ഞു. ക്ലിയർ? ദേവി മഹാത്മ്യത്തില് 4ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ അധ്യായമാണ്. ഓരോ അധ്യായങ്ങളായിട്ട് ഞാൻ എടുത്തു തരും. 13 അധ്യായങ്ങള്, അപരാധ ക്ഷമാപണ മന്ത്രം, അങ്ങനെ ഓരോരോ അധ്യായങ്ങളായിട്ട് എടുത്തു തരാം. രമണം പ്രഭു, അങ്ങയുടെ മെസ്സേജ് ഞാൻ കണ്ടു. അങ്ങയുടെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. വിഷ്ണുപാദത്തിങ്കൽ ആ അമ്മ ഉണ്ട്. ധൈര്യമായിരിക്കുക. അമ്മയുടെ ഏറ്റവും നല്ല മകനാണത് അങ്ങ്, എനിക്കറിയാം. ആ അമ്മയുടെ സർവ്വ അനുഗ്രഹങ്ങളും അങ്ങേക്കും കുടുംബത്തിനോടൊപ്പം ഉണ്ട്. പിന്നെ എല്ലാവരുടെ മെസ്സേജുകളും കാണുന്നു, സന്തോഷം. എല്ലാവരും ലൈവിൽ വരുന്നത് കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്.
ശൂലേന പാഹിനോ ദേവി, അത് മറക്കാതിരിക്കുക. ദേവി മഹാത്മ്യത്തില് 4-ാമത്തെ അധ്യായത്തിലുള്ള ആ ഒരു മന്ത്രം എല്ലാവരും 21 വട്ടം ദിവസേന ജപിക്കുക. ജീവിതത്തിൽ അഭിവൃദ്ധി വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അമ്മയുടെ തൃപാദത്തെങ്കിൽ അഭയം തേടാം അല്ലേ? അപ്പൊ ആ അമ്മ ആദിപരാശക്തി ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം ഉണ്ടാവട്ടെ. നല്ലൊരു ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അറിഞ്ഞുകൂടാ, ഞാൻ എടുത്തത് കൊണ്ടാവാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ മനോഹരമായി മനസ്സിലാകുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം. എനിക്ക് സന്തോഷം തന്നെ. എങ്കിൽ കൂടിയും പറയുന്നു, എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുപറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കുക. കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയി പോകും. അതുകൊണ്ടാണ് 8:30 മണി എന്നുള്ളത് ചിലപ്പോൾ 9 ആവുന്നത്. ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും വളരെയധികം ആ മന്ത്രം ജപിക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഗുരുദേവൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അത് ജപിക്കാൻ മറക്കരുത്. അതെങ്കിലും 21 വട്ടം ദിവസേന ജപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു പ്രീത മാതാജി. എല്ലാവരും മാക്സിമം ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. എനിക്കിങ്ങനെ ഷെയറിങ് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രചരണം ചെയ്യുന്നത് എന്തിനാണ്? ഈ എത്ര കുറഞ്ഞ സമയമാണേലും ഞാൻ ഒന്നും ഇല്ലാണ്ട് എന്താ പറയുക, ഓടി വന്നിട്ട് ഞാൻ വന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. എല്ലാവരിലേക്കും ഇതൊക്കെ എത്തുമല്ലോ എന്നുള്ളത്. മന്ത്രം വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുതരാം. നോ ഇഷ്യൂസ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുതരാം. മഹാത്മ്യം ഞാൻ ക്ലോസ് ചെയ്തു. ഇനി അത് നാളെ ഞാൻ ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ഷമിക്കാം മാതാജി. ഞാൻ മന്ത്രം ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുതരാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടുമല്ലോ. അതുകൊണ്ട് നാളെ ഞാൻ ഇന്ന് തന്നെ ടൈപ്പ് ചെയ്ത് ഇട്ട് തരാം. ഒന്നും കുഴപ്പമില്ല. ഇത് നോക്കുക, ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ചെയ്തുതരാം രാജി മാതാജി. നോ ഇഷ്യൂസ്. ടൈപ്പ് ചെയ്തിട്ട് ഇപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരെങ്കിലും ഒരാൾ പോസ്റ്റ് ഞാൻ ഇട്ടുതരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി വെക്കുക. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ, സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ. നാളെ ഒരു പ്രത്യേക ദിവസമാണ്. നാളെ എല്ലാവർക്കും അറിയാം, ശനിയാഴ്ച, വർഷത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. പ്രത്യേക അന്നദാനമൊക്കെ ഉണ്ട് നമുക്ക്. എല്ലാവരും ലൈവൊക്കെ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ ക്ലാസ്സും മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, യൂട്യൂബിലും നമ്മുടെ ക്ലാസ് അവൈലബിൾ ആണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ഗ്രൂപ്പിലൊക്കെ ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും കാണാം. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരിലേക്കും അമ്മയുടെ കൃപാകടാക്ഷം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതിനു വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മൾ പേജിൽ നിന്ന് മോണിറ്റൈസേഷൻ ഒന്നും എടുക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാം. ഇനി ഒരു വട്ടം കൂടി ശുഭരാത്രി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ശാന്തിയോടെയും സമാധാനത്തോടെയും കിടന്ന് ഉറങ്ങൂട്ടോ. താങ്ക് യു സുധാമ. താങ്ക് യു സുജാ മാതാജി.